ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു. ഇത് നന്നായിരിക്കും. കവർ പേജ് ആയിട്ട് കൊടുത്തോളൂ. ഹെഡിങ് നന്നായിരിക്കണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. 2025 ജാനുവരി 15 ഇന്ന് എന്ന് പറഞ്ഞാണ് മുന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങിയത്. 2025 ഈ 15 ദിനങ്ങളിലും നമ്മൾ കേട്ട വാർത്തകൾ 2025 തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് എന്നും ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ 2 പ്രധാനപ്പെട്ട കേസുകളിലാണ് ഉണ്ടായത്. ഈ 2 കേസുകളും ഏറെ ജനശ്രദ്ധ ആകർഷിച്ച കേസുകളാണ്. ഈ 2 കാര്യങ്ങളും സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വിവാദ കല്ലറ തുറക്കുമെന്നാണ് കോടതിയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ജില്ലാ കളക്ടർക്ക് ഇക്കാര്യത്തിൽ നോട്ടീസ് ലഭ്യമായിരിക്കുന്നു. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കോടതി ചോദിച്ചിരിക്കുന്ന മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അസ്വാഭാവിക മരണമാകും അത് എന്ന വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വാദം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമെന്നും കോടതി. ഒരു മനുഷ്യനെ കാണാതായാൽ അത് അന്വേഷിക്കാൻ ഏജൻസികൾക്ക് അവകാശമുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട വാദമുയർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സദാചാര കോമരങ്ങളുടെ വാദങ്ങളാണ് ഒരു സമൂഹത്തിന് വേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പുതിയ ബോധമുണ്ടായത് ഈ ദിവസങ്ങളിലാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അതൊക്കെയാണ് കോമഡി എന്ന് വിചാരിച്ചിരുന്ന ആളുകളുടെ തലയ്ക്ക് ഇത്തിരി വെളിവ് വന്നത് ഈ ദിനങ്ങളിലാണ്. എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ചെയ്താൽ, എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാണിച്ചാലും ആളുകൾ ഒന്നും പറയില്ല എന്ന് ചില വ്യവസായികൾക്കുണ്ടായ തെറ്റിദ്ധാരണ മാറിയതും ഈ ദിനങ്ങളിലാണ്. തൻ്റെ ആചാരങ്ങളാണ്, തൻ്റെ മതത്തിൻ്റെ അവകാശങ്ങളാണ് നിയമലംഘനങ്ങളെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വന്ന ഒരു കൂട്ടം ആളുകളുടെ വായടപ്പിച്ചതും ഈ ദിനങ്ങളിലാണ്. ഒത്തിരിയധികം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ ദിനങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് രാവിലെയും ചില നാടകങ്ങൾ കളിച്ച പ്രമുഖ വ്യവസായിക്കെതിരെ കോടതി ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. വി രാമൻപിള്ളയെ പോലുള്ള വക്കീലന്മാർ വന്ന് വാദിക്കുകയും സോഷ്യൽ മീഡിയയിൽ പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ കിങ്കരന്മാരായിട്ടുള്ള ചില ആളുകൾ വന്ന് പണിയെടുക്കുകയും ചെയ്യുന്ന പതിവ് കലാപരിപാടികൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള ചില ചർച്ചകളൊക്കെയാണ് സമൂഹത്തിൽ നിന്ന് ഉണ്ടായത്. അവസാനം രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂരും ഒക്കെ മാപ്പ് പറയുകയാണ്, കിടന്ന് ന്യായീകരിക്കുകയാണ്, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ്. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ഫാൻസിനെ വരെ തള്ളി പറയുകയാണ്. തന്റെ തെറ്റ് തിരുത്തണം, തെറ്റ് മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഇനിയും കേരളീയ സമൂഹത്തിന് വേണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് തിരുത്തണം ശ്രമിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തന്റെ തെറ്റ് തിരിച്ചറിയുന്ന രീതിയിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായി വന്നു. നമ്മുടെ ജുഡീഷ്യറി ഒന്നുകൂടി വിജയിച്ച ദിവസമാണ്. സാധാരണക്കാരൻ എന്നും ജുഡീഷ്യറിയിലാണ് വിശ്വാസം എന്ന് വീണ്ടും ഊട്ടി ഉറപ്പിട്ട ദിവസമാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവാണ് നമ്മളിതിനെ കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥന. മൊത്തത്തിൽ എല്ലാത്തിന്റെയും കിളി പോയ, എല്ലാ ആളുകളുടെയും വായടഞ്ഞ ചില ദിനങ്ങൾ. സദാചാരമാണ്, അതേപോലെ തന്നെ ആചാരമാണ് മെയിൻ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് നിറയെ സംതൃപ്തിയോടെ കിട്ടി. വലിയ വിമർശനങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു. നാണം കെട്ടോ ഓരത്ത് മിണ്ടാതെ മാറി നിൽക്കേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്ന് കോടതി പറഞ്ഞത് ആ സമാധിയായിട്ട് ഇരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുടെ ആ ഒരു കല്ലറ പൊളിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യും? ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? അത് എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ? അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറും പോലെ. ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ? ഹിന്ദു ധർമ്മത്തെ വലിച്ചു കീറും പോലെ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മരിച്ചെന്ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ പറയരുത്. ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഞങ്ങളുടെ മതമാണ് എന്നൊക്കെ പറഞ്ഞ് നിയമത്തിന് അതീതമായി അങ്ങോട്ട് പ്രവർത്തിക്കാം. ഏതെങ്കിലുമൊക്കെ മതത്തിന്റെ രാഷ്ട്രീയ പോരാളികൾ വന്നിട്ട് തങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ നടപ്പിലാവില്ല എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നെയ്യാറ്റിൻകരയിലുള്ള നാട്ടുകാരുടെ വളരെ പക്വതയുള്ള പ്രതികരണങ്ങളും ഇതിനോടൊപ്പം തന്നെ കാണാനായിട്ട് സാധിച്ചു. അവരിൽ പല ആളുകളും ഹിന്ദു മതവിശ്വാസികളൊക്കെ തന്നെയാണ്. പക്ഷേ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ അവർ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കുന്നുണ്ട്, അവർ അതിനെതിരെ സംഘടിക്കുന്നുണ്ട്.
അപ്പോൾ അവിടേക്ക് കടന്നു വന്ന വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലുള്ള ആളുകളെയൊക്കെ ആ ഒരു പരിസരത്ത് നിന്ന് തന്നെ ഓടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നാട്ടുകാർ എടുക്കുന്നത് കണ്ടപ്പോൾ വലിയ പ്രതീക്ഷ തോന്നി. ഞാൻ പറഞ്ഞുതരാം ചേട്ടാ, ഇല്ല വിഷം പറയുന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്, നാഗരുടെ കാവ്. നിങ്ങൾക്കെല്ലാം അറിയാം, നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ, ഇല്ല ഞാൻ സമ്മതിക്കില്ല. ഒറ്റക്കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുത് ചേട്ടാ. ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ പഞ്ചായത്തിന്റെ നമ്പറൊക്കെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? ഒരു ക്ഷേത്രം വയ്ക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? ചേട്ടാ, ഇത് ആലോചിച്ച കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അതേ ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അത് നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അതേ ഇപ്പൊ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യന്റെ രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ? അല്ല, അതൊരു ചോദ്യമല്ല. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? സമാധി സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യമൊക്കെ വളരെ രസകരമായിരുന്നു. ഏതായാലും നാളെ ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി തുറക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ബോച്ചയ്ക്ക് കോടതി കൊടുത്ത താക്കീതിനെ കുറിച്ചും കൂടി ഒന്ന് കേട്ടോളുക. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇനി ആവർത്തിക്കാനുള്ള സാധ്യതയില്ല. കാരണം ആളുകൾക്ക് ബോധം വെച്ച് തുടങ്ങി. അപ്പോൾ എക്കാലത്തും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നമ്മളിതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം കേട്ടല്ലോ അല്ലെ? ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള പ്രതികരണമായിരുന്നു അത്. ഇനി മുതൽ ശ്രദ്ധിച്ചേ താൻ വാക്കുകൾ ഉപയോഗിക്കൂ എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ തന്റെ ഭാഗത്ത് നിന്ന് കോടതി ഉൾപ്പെടെ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ വാക്കുകൾ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ തന്റെ തെറ്റ് തിരുത്തണം, തെറ്റ് മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഇനിയും കേരളീയ സമൂഹത്തിന് വേണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് തിരുത്തണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ പേര് PV കുഞ്ഞികൃഷ്ണൻ സാർ ബോബി ചെമ്മണ്ണൂരിനെ വളരെ കറക്റ്റീവായിട്ട് ഒരു പാഠം പഠിപ്പിച്ചു. ഒരുപക്ഷെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ജഡ്ജിമാരെ പോലെ ശക്തമായ ഒരു പാഠം അദ്ദേഹത്തിന് നൽകി. എന്നാൽ കരുണയും കാണിച്ചു, മാപ്പപേക്ഷ സ്വീകരിച്ചു, ഇന്നലെ ജാമ്യം കൊടുത്തു. ഇങ്ങനെയുള്ള ജഡ്ജിമാരാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടത്. അവർ കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ സാറിന് ആ ജഡ്ജിക്ക് ഏറ്റവും ആദരവോടെ പ്രണാമം അർപ്പിക്കുന്നു. കറക്റ്റ് സ്റ്റാൻഡാണ്. ഇതാണ് ബാലൻസ്. അതായത് ജാമ്യം റദ്ദാക്കിയില്ല, ജാമ്യം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിരൂക്ഷമായി വിമർശിച്ചു, സ്ത്രീപക്ഷ നിലപാടുകളെ എല്ലാം ഉയർത്തിപ്പിടിച്ചു. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ കൂടുതൽ ദിവസം ജയിലിൽ ഇടേണ്ടത് പറഞ്ഞു. ഈ കറക്റ്റ് ബാലൻസ് ആണ് അദ്ദേഹം എടുത്തത്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു പോസിറ്റീവ് ദിവസമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ നന്മയും ജയിച്ചു. പുരുഷൻ വേട്ടയാടപ്പെടരുത്, എന്നാൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം. സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ കോടതികളും സംവിധാനങ്ങളും നിൽക്കണം. എന്നാൽ പുരുഷനെ ഒരു പരിധിക്കപ്പുറം ജയിലിലിടുന്ന മനോഭാവം ഉണ്ടാകരുത്. ഞാനൊക്കെ ഒന്ന് പേടിച്ചു, അതായത് ബോബി ചെമ്മണ്ണൂരുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുമോ, 1-2 ദിവസം കൂടെ ജയിലിൽ കിടക്കാൻ പറയുമോ എന്നൊക്കെ. പക്ഷേ ജഡ്ജി കുഞ്ഞികൃഷ്ണൻ സാർ വളരെ അനുഭാവത്തോടെ എന്നാൽ ശക്തമായി തന്നെ പരാമർശങ്ങളിൽ ഒരു മയവും അദ്ദേഹം കാണിച്ചില്ല. അതിരൂക്ഷമായി ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാടുകളെ ആക്രമിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തന്റെ തെറ്റ് തിരിച്ചറിയുന്ന രീതിയിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായി വന്നു. നമ്മുടെ ജുഡീഷ്യറി ഒന്നുകൂടി വിജയിച്ച ദിവസമാണ്. സാധാരണക്കാരൻ എന്നും ജുഡീഷ്യറിയിലാണ് വിശ്വാസം എന്ന് വീണ്ടും ഊട്ടി ഉറപ്പിട്ട ദിവസമാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവാണ് നമ്മളിലേക്ക് കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇതൊന്നും അല്ലല്ലോ ഈ ചെങ്ങായി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബോബി ചെമ്മണ്ണൂർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം ചെയ്ത ഒരു തെറ്റാണോ, അത് ഹണി റോസിന്റെ കുഴപ്പമല്ലേ എന്നൊക്കെ ഉള്ളായിരുന്നു പുള്ളിയുടെ വാദങ്ങൾ. ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായ സമയത്തും കോടതി അടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച സമയത്തും ഇയാൾ ഹണി റോസ് ഉദ്ഘാടന വേദിയിൽ ഇടേണ്ട ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിലായിരുന്നു. അന്നൊക്കെ ബോബി ഇയാൾക്ക് വലിയ പുണ്യാളനായിരുന്നു. അതേപോലെ തന്നെ ബോബിക്കും വലിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇന്നലെ ബോബി ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത സമയത്താണ് കണ്ടത് അധികം ആളുകൾ അവിടേക്ക് എത്തിയിട്ടില്ല, മാധ്യമ സുഹൃത്തുക്കൾ തീരെ എത്തിയിട്ടില്ല. ഈ അടിമ ഫാൻസ് മാത്രമേ എത്തിയിട്ടുള്ളൂ. മഞ്ഞ മാധ്യമങ്ങൾ വന്ന് ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ലാഭം കിട്ടത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ഒരു നടപടികൾ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ജാമ്യത്തിൻ്റെ ആ ഒരു പേപ്പറൊന്നും അവിടെ എത്തിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇറങ്ങാത്തതെന്നൊക്കെ ബോച്ച തള്ളി. അതിൻ്റെ കൂടെ വേറൊരു തള്ളുങ്ങടെ ജയിൽ പുള്ളികളുടെ റിമാൻഡിലുള്ള ആളുകളുടെ ചില പ്രശ്നങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു എന്നുള്ളത്. ഏതായാലും കോടതി അവിടെയും രൂക്ഷ വിമർശനം നടത്തി. ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യും എന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ ഈ ഒരു ജനശ്രദ്ധ ആകർഷിക്കൽ പബ്ലിസിറ്റി സ്റ്റണ്ട് അതിനെക്കുറിച്ചിട്ടും കോടതി വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്തൊക്കെയാണെങ്കിലും നാണം കെട്ട രീതിയിലായിപ്പോയി ഈ ദിവസങ്ങളിൽ പ്രമുഖ വ്യവസായിയുടെയും അദ്ദേഹത്തിൻ്റെ ന്യായീകരണ തൊഴിലാളിയുടെയും ഇവരുടെ അടിമ ഫാൻസിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ 15 ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതും ആളുകളിൽ ചിലർക്ക് ബോധം വെച്ചു വെളിവ് വെച്ചു എന്നുള്ളതും വലിയ കാര്യമൊക്കെ തന്നെയാണ്. നന്ദി.